സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം അത് വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം അതൊരു വ്യക്തിയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നിങ്ങൾ സുവിശേഷം കേട്ടവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ശക്തി അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായി സുവിശേഷം കേൾക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചന കേൾവിയോട് പ്രതികരിച്ചാൽ ഈ വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ അസാധ്യതകളെ ഈ വചനം സാധ്യമാക്കും. നിങ്ങളുടെ ബലഹീനതയിൽ ഈ വചനം ശക്തിയായി വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ ഈ വചനം സൗഖ്യമായി വെളിപ്പെട്ടു വരും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്ന വചനം, ബലഹീനരെ താങ്ങുന്ന വചനം, പാപിയെ രൂപാന്തരപ്പെടുത്തുന്ന വചനം. പ്രിയപ്പെട്ടവരെ, ഇത് സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സുവിശേഷത്തിൽ യേശു ഉണ്ട്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ക്രൂശ് മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം നമ്മളാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എന്തിനാണെന്നോ? നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് പാപമോചനം നൽകുവാൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യവേഷമെടുത്തു. യേശുവിൻ്റെ ജനനം സർവ്വജനത്തിനും മഹാസന്തോഷമാണ്. യേശു ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ അല്ല, നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നാം എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ, നമുക്ക് നിത്യജീവൻ നൽകുവാൻ നമ്മുടെ കർത്താവായ യേശു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. നമ്മുടെ മരണത്തെ അവൻ ജയിച്ചു. നമുക്ക് ജയം നൽകിക്കൊണ്ട് അവൻ മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകലും ജീവിക്കുകയാണ്. ഈ സുവിശേഷത്തിൽ ദൈവശക്തിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കയിലുള്ള ജനസമൂഹത്തോട് സുവിശേഷം പങ്കുവച്ചപ്പോൾ അവർ ഈ വചനങ്ങളെ മനുഷ്യ വചനങ്ങളായിട്ടല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇതിനെ സാക്ഷാൽ വചനമായി അവർ അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ ഈ വചനത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് കേവലം ഒരു വാക്കു മാത്രമായിട്ടല്ല അവിടെ വന്നത്. ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ബഹു നിശ്ചയത്തോടെയാണ് സുവിശേഷം തെസലോനിക്കയിലെത്തിയത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പാപം അവൻ ചുമന്നു, നിങ്ങളുടെ രോഗം അവൻ ചുമന്നു, നിങ്ങളുടെ വേദന അവൻ ചുമന്നു. നിങ്ങളെ രക്ഷിക്കുവാനാ അവൻ ക്രൂശിൽ തകർക്കപ്പെട്ടത്. നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവന് മുറിവേറ്റത്. നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ തകർക്കപ്പെട്ടത്. വിശ്വസിക്ക്, നിങ്ങളുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷയാണ് അവൻ്റെ മേലായത്. അവൻ്റെ അടിപ്പിണരുകളാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ പകലമാണ്. നിങ്ങൾ രൂപാന്തരത്തിലേക്ക്, ജീവനിലേക്ക് നയിക്കപ്പെടുന്ന പകൽ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.